ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ചെറിയൊരു വിഷു സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ ചെറിയ ഒരു കണി ഒരുക്കിയതും അതുപോലെ നമ്മുടെ വിഷു സദ്യയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരിക്കൽ ചെറിയൊരു കണി കേട്ടോ. അതായത് നമ്മുടെ മുറ്റത്തെ നമ്മുടെ പച്ചക്കറികളും അതുപോലെ ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഒരു കുഞ്ഞ് കണി ഒരുക്കിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 4 മണിയാകുമ്പോഴത്തേക്കും വിളക്ക് കത്തിച്ച് കണിയൊക്കെ കണ്ട് പിന്നത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. കണി കണ്ടതിന് ശേഷം ആദ്യത്തെ പരിപാടിയാണ് നമ്മൾ പടക്കം പൊട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ. കൂട്ടുന്നില്ലല്ലോ. അടുത്ത പരിപാടി നമുക്ക് സദ്യക്കുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ രാവിലത്തെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് സദ്യക്കുള്ളതൊക്കെ ഞാൻ തലേ ദിവസമേ നമ്മുടെ ചെറിയൊരു അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ചു കൊണ്ട് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഏകദേശം ഒരു 12 മണിയായി കേട്ടോ. നമ്മുടെ കറികളൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഒന്നാമതെന്ന് വെച്ചാൽ നല്ല വെയിലും ചൂടും ഒക്കെ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 12 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡിയായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട്, അതായത് രാവിലെ ഒന്ന് കുളിച്ചതാണെങ്കിലും വീണ്ടും നമുക്ക് ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നുകൂടെ കുളിക്കേണ്ടി വന്നു, കാരണം അത്രയ്ക്ക് ചൂടുവാണല്ലോ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എന്നാൽ പിന്നെ നമുക്ക് സദ്യ അങ്ങ് വിളമ്പി എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് സന്തോഷമായിട്ടങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വിചാരിച്ചേ നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വിഷു സദ്യ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇലയൊക്കെ ഇട്ടു. നമുക്ക് ഫസ്റ്റ് വിളമ്പണ ഉപ്പാണല്ലോ, അപ്പോൾ ഉപ്പ് വിളമ്പി. പിന്നെ നമുക്ക് വാഴയ്ക്ക വെച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരി ഉണ്ട്, അത് കൂടെ തന്നെ ശർക്കര വരട്ടി ഉണ്ടല്ലേ, അതൊക്കെയാണല്ലോ നമ്മുടെ സദ്യയുടെ മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം അത് നമ്മൾ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് നമ്മൾ കറുനാരങ്ങ വെച്ചിട്ട് അച്ചാറുണ്ടാക്കി. പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ. പിന്നെ നമ്മൾ കപ്പളങ്ങ വെച്ചിട്ടേ അതൊക്കെ നമ്മുടെ മുറ്റത്തുള്ള കപ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു പച്ചടി ഉണ്ടാക്കി. പിന്നെ കൈതച്ചക്ക പച്ചടിയാണ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയാണ് കേട്ടോ, നമ്മുടെ ഇഞ്ചിക്കറി. പിന്നെ ഇത് അതായത് നമ്മുടെ വാഴയ്ക്കായും അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പച്ചപ്പയർ വെച്ചിട്ട് തോരന്, കൂട്ടുകറിയ്, ഇത് അവിയലാണ് കേട്ടോ. അവിയലിൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടുള്ള അവിയൽ. അതുപോലെ നമ്മുടെ ചേനയും അതുപോലെ വാഴയ്ക്കായും ഒക്കെ വെച്ചിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കി. പിന്നെ ഇതൊക്കെ വിളമ്പി കഴിഞ്ഞ് ചോറ് വിളമ്പി കേട്ടോ. അത്യാവശ്യം കറികളൊക്കെ വിളമ്പി. പിന്നെ നമുക്ക് സദ്യക്ക് മെയിനാണ് കേട്ടോ. നമുക്കൊക്കെയാണെങ്കിൽ പരിപ്പും നെയ്യും പിന്നെ പപ്പടവും, അതാണ് നമുക്ക് ആദ്യം നമ്മൾ കൂട്ടിക്കഴിക്കുന്നത്. അപ്പം അങ്ങനെ ചോറ് വിളമ്പിയതിന് ശേഷം പരിപ്പും നെയ്യും പപ്പടവും വിളമ്പി. പിന്നെ നമ്മുടെ സാമ്പാറും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് സേമിയ പായസമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പായസമാണെങ്കിൽ എല്ലാം നമ്മൾ റെഡിയാക്കി വരുമ്പോൾ കുറച്ച് താമസം വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് സേമിയാണ് കേട്ടോ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ആ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയ ആർഭാടമൊന്നുമില്ലാന്ന് വെച്ചാൽ എല്ലാവരും വിഷുക്കോടിയൊക്കെ ഇട്ട് ഒരുങ്ങി അങ്ങനെയൊക്കെ സാധാരണ വീഡിയോ എടുക്കാറ്. പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ സാധാ മോഡൽ, അതായത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ എല്ലാവരും കുളിച്ച് അങ്ങനെ സാധാരണ പോലെ ഞങ്ങളെല്ലാവരും വട്ടത്തിരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ നിന്ന്, അതായത് ഉണ്ടാക്കിയ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു വിഷു സദ്യയും. സന്തോഷത്തോടു കൂടിയും അതുപോലെ സമാധാനത്തോടു കൂടിയും ഞങ്ങളെല്ലാവരും കുഞ്ഞൊരു വിഷു സദ്യ ഒരുക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വിഷു ആഘോഷിച്ചു കേട്ടോ. അച്ഛനുമുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങനെ വിഷു ആഘോഷിച്ചു. ഓക്കെ.